ഹായ്, ഞാൻ റീന വി ജോർജ്. ഞാനൊരു ഹയർ സെക്കൻഡറിയിൽ പ്രിൻസിപ്പളായി വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസിൻ്റെ പാർട്ട് 7 ആണ്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകൾ എന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ കണ്ടതാണ്. ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. One number is a prime number if that number has only two factors as one and the same number. അതായത് ഒരു നമ്പർ പ്രൈം നമ്പർ ആകണമെങ്കിൽ ആ നമ്പറും ഒന്നും ഒഴികെ മറ്റ് ഫാക്ടേഴ്സ് അതിനുണ്ടാകാൻ പാടില്ല. ഒരു നമ്പർ പ്രൈം നമ്പർ ആകുന്നത് എപ്പോഴാണ്? ആ നമ്പറും ഒന്നും മാത്രം അതിൻ്റെ ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് ആ നമ്പറിനെ ഒരു പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ നമ്പറും ഒന്നും മാത്രമേ അതിന് ഘടകങ്ങളായിട്ടുള്ളൂ. ഉദാഹരണത്തിന് 7 എടുത്താൽ 1 അതിൻ്റെ ഒരു ഘടകമാണ്, 7 അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പോൾ 1ഉം 7ഉം മാത്രമേ അതിന് ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നമ്മൾ കണ്ടതാണ്. 2, 3, 5, 7 എക്സെട്ര ആർ പ്രൈം നമ്പേഴ്സ് അല്ലേ? അതിൽ ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ആണ് 2. 2 ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ. ഹയസ്റ്റ് പ്രൈം നമ്പറോ? അത് അനന്തമായി നീണ്ടു പോവുകയാണ്, ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാം അല്ലേ? നോക്കുക, 7 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 and 7 അല്ലേ? 13 ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 and 13. ഓക്കെ, ഇതെല്ലാം പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആണ്. 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. ഇതും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് എന്ന് നോക്കാം. അതായത് പ്രൈം നമ്പേഴ്സിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഫാക്ടറൈസേഷൻ ഉൾപ്പെടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഫാക്ടറൈസ് 72 into പ്രൈം ഫാക്ടേഴ്സ്. നമ്മൾ ആദ്യം ചെയ്യാം 72വിനെ. 72 ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? നമുക്ക് വേണ്ടത് 72വിനെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഘടകക്രിയ ചെയ്യുക. അപ്പൊ 72 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്, നമുക്കറിയാം. അപ്പൊ 2 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ 72വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 36 ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യാം. 7ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. അപ്പൊ നമുക്ക് 3 × 2 6. 1 12 ആയിട്ട് എടുക്കുക. 12ൽ 2നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആയിട്ട് വരും. 6 എന്ന് കാണും അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഈ രീതിയിൽ ചെയ്യാം. 72വിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 36. നമ്മളത് കണ്ടിന്യൂ ചെയ്യാണ് ഫാക്ടറൈസേഷൻ. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് 36 കാണുമ്പോൾ അറിയാം അതൊരു ഈവൻ നമ്പർ ആണ്. 2 അതിൻ്റെ ഒരു ഘടകമാണ്. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. അപ്പൊ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് 36നെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3ൽ 2 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 1 × 2 2. അപ്പൊ 1 റിമൈൻഡർ ആയിട്ട് വരും. ആ 1ഉം ഈ 6ഉം കൂടി കൺസിഡർ ചെയ്താൽ 16. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്കറിയാം 2 16. അപ്പൊ 8 ആണ് അതിന്റെ ആൻസർ. അപ്പൊ നമുക്ക് 18 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ഡിവിഷൻ. 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതൊരു ഈവൻ നമ്പർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ആണെന്ന് നമുക്കറിയാം. 9 18. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 9 എന്നാണ് കിട്ടുന്നത്. 9നെ നമുക്കറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ നോക്കുക, 3 അതിൻ്റെ ഒരു ഘടകമാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് 3 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ 3 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. ചെറിയ പ്രൈം നമ്പർ 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആണ് 3 അല്ലേ? അതിനെ ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നമുക്കിവിടെ ഫാക്ടേഴ്സ് എന്താ കിട്ടിയത്? 2 ഒരു ഫാക്ടർ ആണ്, അഗെയിൻ 2, അഗെയിൻ 2, 3, അഗെയിൻ 3. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 72നെ. 72 = 2 × 2
ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. ഇപ്പൊ 2 എത്ര പ്രാവശ്യമുണ്ട്? 3 പ്രാവശ്യം. അപ്പൊ അതിന് നമുക്ക് 2 ഘാതം 3 അല്ലെങ്കിൽ 2 റേസ് ടു 3 എന്ന് എഴുതാം. 2 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനെ നമ്മൾ എഴുതുന്നതാണ് ഇങ്ങനെ 2 റേസ് ടു 3. ഇനി 3 ഇൻറ്റു 3 ഉണ്ട് ഇവിടെ. അതിനെ നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? 72 ഈക്വൽ ടു 2 ക്യൂബ് ഇൻറ്റു 3 സ്ക്വയർ. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് ഈ 2 ഇൻറ്റു 2 ഇൻറ്റു 2. 3 ടൈംസ് 2 വരും, 2 ടൈംസ് 3 വരും. ഇതാണ് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ ഉണ്ടാവും 2 റേസ് ടു 3 ഇൻറ്റു 3 സ്ക്വയർ. ഓക്കെ, വി ക്യാൻ സെലക്ട് ദാറ്റ് ഓപ്ഷൻ. അടുത്ത എക്സാമ്പിൾ ചെയ്യാം. ഫാക്ടറൈസ് 200 ഇൻറ്റു പ്രൈം ഫാക്ടേഴ്സ്. 200നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 200നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 100 കിട്ടും. 100നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 50 കിട്ടും. 50യെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 25 എന്ന് കിട്ടും. 25 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. 25നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത നമ്പർ 3 അതിന്റെ ഒരു ഫാക്ടർ അല്ല. നമുക്ക് വ്യക്തമായിട്ടും അറിയാം 25 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണ് 5. അപ്പൊ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5 ഇൻറ്റു 5 25. ഓക്കെ, അപ്പൊ നമുക്ക് 200ന്റെ പ്രൈം ഫാക്ടേഴ്സ് കിട്ടി. എന്തൊക്കെയാണത്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 200 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5. ഇത് 3 ടൈംസ് 2 വരുന്നുണ്ട്. 2 റേസ് ടു 3 എന്ന് എഴുതാം. ഇൻറ്റു 5 2 ടൈംസ് 5 സ്ക്വയർ. 2 റേസ് ടു 3 ഇൻറ്റു 5 സ്ക്വയർ ആയിരിക്കും. അത് ഓപ്ഷനിൽ നമുക്ക് കാണാം. നമുക്കത് ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 216 അല്ലെങ്കിൽ 216നെ പ്രൈം ഫാക്ടേഴ്സ് ആക്കുക. ഇതുപോലെ തന്നെയാണ് ചെയ്യുക. 216 ഡിവൈഡഡ് ബൈ 2. നമുക്ക് 2ല് 2 ഒരു പ്രാവശ്യം, 1ല് 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് 0 എഴുതാം. അപ്പൊ 16 എടുക്കുക. 16ല് 2 8 ടൈംസ്. ഓക്കെ, അപ്പൊ 108 എന്ന് കിട്ടും. വീണ്ടും 108 ഒരു ഈവൻ നമ്പർ ആണ്. 2 അതിന്റെ ഫാക്ടർ ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1ല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 10 എടുക്കുന്നു. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 2 ഇൻറ്റു 5 10. ഓക്കെ, ഇനി 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 അല്ലേ? ഡിവിഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഞാൻ ഡിവിഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഡിവിഷൻ അത് ഉപയോഗിച്ചിട്ട് ക്ലാസ് കേട്ടിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ 54നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 5ല് 2 എത്ര പ്രാവശ്യമുണ്ട്? 2 ഇൻറ്റു 2 4. 1 റിമൈൻഡർ വരും. 14ല് 2 7 ടൈംസ്. ഓക്കെ, അപ്പൊ 27 ആയി. 27 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് അല്ലെ? അപ്പൊ 27ല് നമുക്കറിയാം 3 അതിന്റെ ഒരു ഫാക്ടറാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 27. 9നെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഫാക്ടേഴ്സ് കിട്ടി. 216 അല്ലെങ്കിൽ 216 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. നമുക്ക് ഇങ്ങനെ എഴുതാം. 216 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 2 3 ടൈംസ് വരുന്നുണ്ട്. 2 റേസ് ടു 3 അല്ലെങ്കിൽ 2 ഘാതം 3 ഇൻറ്റു 3യും 3 പ്രാവശ്യം വരുന്നുണ്ട്. 3 റേസ് ടു 3. ഓക്കെ, 3 ക്യൂബ് വരും. അപ്പോൾ 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3. സോ 216നെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി കൺസോളിഡേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ? സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഓൾറെഡി നമ്മൾ കണ്ടതാണ്, 2 ആണ്. വിച്ച് ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ? അതും 2 ആണ് അല്ലെ? വേറെ ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അത് പ്രൈം നമ്പേഴ്സ് ആവില്ല. അതിന് 2 ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ? ഇനി ഫൈൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ്. ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 3 5 7 ആണെന്ന് നമുക്കറിയാം. 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7 ദാറ്റ് ഈസ് 210. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് നോട്ട് പ്രൈം. പ്രൈം അല്ലാത്ത നമ്പർ ഇതിലേതാണ്? ഓക്കെ, ഇപ്പോ ഇവിടെ പ്രൈം അല്ലാത്ത, ഫൈൻഡ് ദ നമ്പർ വിച്ച് ഈസ് നോട്ട് പ്രൈം. പ്രൈം അല്ലാത്ത നമ്പർ
29 അതൊരു പ്രൈം നമ്പർ ആണ്, ഫാക്ടേഴ്സ് ഇല്ല. 59 അതും പ്രൈം നമ്പർ ആണ്, ഫാക്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല. 39 നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 3 and 9 ആർ ദ ഡിജിറ്റ്സ്. ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ അറിയാം? ഇത് നമ്മൾ ആഡ് ചെയ്താൽ 9 + 3 12 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പറാണ്. അപ്പൊ 3 ഇതിന്റെ ഒരു ഘടകമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്താൽ അറിയാം 3ൽ ഒരു പ്രാവശ്യം 3 പോകും, 9ൽ 3 പ്രാവശ്യം. അപ്പൊ 13 ഇതിന്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇനി 79 നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആൻസർ കിട്ടി 39. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2, 3, 4, 5 എന്നിവയിലെ ഒറ്റയാനെ കണ്ടെത്തുക. 2, 3, 4, 5 നമ്മൾ കണ്ടതാണ്. ഇവിടെ 2, 3, 5, 7 ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ഇവിടെ 2 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്, 5 പ്രൈം നമ്പർ ആണ്. 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അപ്പൊ ഇവിടെ നമുക്കറിയാം 2, 3, 4, 5 ഇതില് 2ഉം 3ഉം 5ഉം ഓഡ് നമ്പേഴ്സ് ആണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 4 ആണ് ഇവിടെ ഒറ്റയാനായിട്ട് നിൽക്കുന്നത്. അത് ടിക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ നമ്പർ വിച്ച് ഇസ് നോട്ട് പ്രൈം ഓർ കോമ്പോസിറ്റ്. പ്രൈമും കോമ്പോസിറ്റും അല്ലാത്ത നമ്പർ അത് 1 ആണ് അല്ലെ? പ്രൈം നമ്പറും അല്ല. നമുക്കറിയാം ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അതായത് ആ നമ്പറും 1ഉം, അതായത് 1 ഒരു ഘടകമായിരിക്കണം, ആ നമ്പറും ഒരു ഘടകമായിരിക്കണം. അങ്ങനെ 2 ഘടകങ്ങൾ മാത്രമുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുമ്പോൾ അവിടെ 1 മാത്രമേ ഘടകമുള്ളൂ. അപ്പൊ അതൊരു പ്രൈം നമ്പർ അല്ല. അതേസമയം അത് കോമ്പോസിറ്റ് നമ്പറും അല്ല, ഘടകങ്ങളില്ല. അപ്പോൾ 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ലാത്ത ഒരു നമ്പറാണ്. അടുത്ത് നോക്കാം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 5, 13, 15, 17. ഇത് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 ഒരു പ്രൈം നമ്പർ ആണ്, 13 ഒരു പ്രൈം നമ്പർ ആണ്, 17ഉം പ്രൈം നമ്പർ ആണ്. പക്ഷെ 15 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. അതിന് 3ഉം 5ഉം ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, സോ കൂട്ടത്തിൽ പെടാത്തത് 15 ആണ്. ഹൗ മെനി ഫാക്ടേഴ്സ് ആർ ദെയർ ഇൻ 101? 101ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? നമുക്കറിയാം 101 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 101ന് 1ഉം 101ഉം മാത്രമേ ഘടകങ്ങളായിട്ടുള്ളൂ. ഇതൊരു പ്രൈം നമ്പർ ആണ്. അതിന് ഓൺലി 2 ഫാക്ടേഴ്സ് ആണുള്ളത് അല്ലെ? 2 ഫാക്ടേഴ്സ്. 1ഉം ഒരു ഫാക്ടറാണ്, 101ഉം ഒരു ഫാക്ടറാണ്. അപ്പൊ ഏത് പ്രൈം നമ്പർ എടുത്താലും അതിന് 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 52. 0നും 52നും ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്? ഇവിടെ 0നും 52നും ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 3, 5 എക്സെട്ര അപ് ടു 51 വരും അല്ലേ? അപ്പൊ ഇതിൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? നമ്മൾ കണ്ടു 51 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ n വരെയുള്ള ഓഡ് നമ്പേഴ്സ് n+1/2 ആണ്. അപ്പോൾ 51 + 1/2, 51 + 1/2 that is 52/2, that is 26. അപ്പൊ 26 ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. 26 ഓഡ് നമ്പേഴ്സിന്റെ സം എന്താണ്? n². that is 26², that is equal to 676. അപ്പൊ 676 ആണ് അതിന്റെ സം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈം നമ്പേഴ്സിലുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ച ഫോർമുലകൾ സമ്മിന്റെ ഫോർമുലകളാണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു, n × n+1/2. സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ n² ആണ്. സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n × n+1 ആണ്. ഈ ഫോർമുലാസ് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കണം. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ക്ലാസ് കേട്ടിട്ട് സജഷൻസും കമൻസും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങളുടെ സജഷൻസിന് വളരെയേറെ വിലയുണ്ട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.